നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നുവെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം പൂർത്തിയായെന്നും പോളിംഗ് ബൂത്തുകളുടെ ക്രമീകരണം പൂർത്തിയായെന്നും കളക്ടർ അറിയിച്ചു. 263 പോളിംഗ് ബൂത്തുകളുണ്ടാകും. 59 പുതിയ പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകുമെന്നും കളക്ടർ. ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ ഇവിഎമ്മുകളുടെയും വിവിപാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർഹൌസിൽ വെച്ച് 3/2/25 ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 3 മുതൽ 7 വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ FLC നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് 408 ബാലറ്റ് യൂണിറ്റുകളും 408 കൺട്രോൾ യൂണിറ്റുകളും 408 വിവിപാറ്റുകളും വേണമെന്നായിരുന്നു, റിസർവ് അടക്കം. അതിനുശേഷമാണ് 59 കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു. അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ഇതിനുശേഷം വിവിധ പരിശീലന ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചു. ആദ്യമായി EROമാർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ RDOമാരും DD സർവേയുമാണ്. RDOമാരും ഡെപ്യൂട്ടി കളക്ടർമാരും DD സർവേയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. AEROമാർ തഹസിൽദാർമാരാണ്. അവർക്കുള്ള ട്രെയിനിങ്, AROമാർക്കുള്ള ട്രെയിനിങ്, സെക്ടറൽ ഓഫീസർമാർക്കുള്ള ട്രെയിനിങ്, സെക്ടറൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് എന്നിവ 13, 14, 17 തീയതികളിൽ ഫെബ്രുവരി മാസം 13-ാം തീയതി, 14, 17-ാം തീയതികളിലായി അവർക്കുള്ള ട്രെയിനിങ് പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. സംയുക്ത വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചു. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കും. 26,310 പുതിയ വോട്ടർമാരുടെ അപേക്ഷ ലഭിച്ചു. പെരുമാറ്റച്ചട്ട ക്രമീകരണം നടത്തി 1 വർഷത്തിലേറെ സമയമുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാവില്ല. നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പെരുമാറ്റച്ചട്ടം മലപ്പുറം ജില്ലയാകെ ബാധകമാകും. പെരുമാറ്റച്ചട്ടം നിലമ്പൂരിൽ മാത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക അനുമതി കിട്ടിയില്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ജില്ലയിലാകെയുണ്ടാകും. തീർച്ചയായിട്ടും ഒരു ഒഴിവ് വന്നിട്ട് 1 വർഷത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഇലക്ഷൻ തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിലധികം കാലാവധിയുണ്ട് വേക്കൻസി ഒഴിവ് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്, അത് കളക്ടർക്കല്ല, ഇലക്ഷൻ കമ്മീഷന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കും. ഇതോടൊപ്പം തന്നെ കൂടുതൽ പേര് യങ് വോട്ടേഴ്സിനെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ളവരെയും പരമാവധി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും അവരുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി വോട്ടിംഗ് മെഷീൻ അടക്കം ട്രൈബൽ മേഖലയിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേക്ക് ന്യൂസ് തടയുന്നതിന് വേണ്ടി ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് അത് പരിശോധിക്കുന്നത്. മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തുകയും അതിനെതിരെ കൗണ്ടർ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും അത് തെറ്റാണെന്നുള്ളത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫേക്ക് ന്യൂസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജീവനക്കാർക്ക് പരിശീലനവും കൊടുത്തിട്ടുണ്ട്. മഴക്കാലത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും കളക്ടർ. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്.